Hello students, welcome back to our next class. In this class, we can discuss about trade-off between hedging and conservative approach. Trade-off between hedging and conservative approach. We have already studied there are three approaches to working capital. What are the three approaches to working capital? Hedging approach, aggressive approach, and conservative approach. Here we can discuss about the trade-off between hedging and conservative approaches. Trade-off means a balance between the two, that is hedging and conservative approach. Under hedging approach, we have studied that it's a high profit and high risk approach. Hedging approach is a high profit and high risk approach. Conservative approach is a low risk and low profit approach. So a finance manager should take decision between the two approaches, that is hedging approach and conservative approach. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹെഡ്ജിങ് അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാച്ചിങ് അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോങ് ടേം അസറ്റുകൾ ഫിനാൻസ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സസ് വഴി, ഷോർട്ട് ടേം അസറ്റുകൾ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടേം സോഴ്സസ് വഴി. അതാണ് ഹെഡ്ജിങ് അപ്രോച്ച് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞത്. കൺസർവേറ്റീവ് അപ്രോച്ചിൽ ദ ഫേം ഹെവിലി ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് സോഴ്സസ്? യെസ്, ഫിക്സഡ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കൺസർവേറ്റീവ് അപ്രോച്ചിലെ ഫേം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സുകളാണ്. ഇൻ ഓർഡർ ടു ഫിനാൻസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ദ ഫേം ഹെവിലി ഡിപ്പെൻഡ് അപ്പോൺ ദ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഷോർട്ട് ടേം സോഴ്സുകൾ ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് കൺസർവേറ്റീവ് അപ്രോച്ച്. ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് തന്നെയായിരിക്കും അതിന്റെ മെച്യൂരിറ്റി. ഇപ്പോൾ ലോങ് ടേം അസറ്റ് വാങ്ങാനാണ് അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യാനാണെങ്കിൽ ലോങ് ടൈം സോഴ്സ് ഉപയോഗിക്കുന്നു. ഷോർട്ട് ടൈം സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് ടൈം അസറ്റ് ആണെങ്കിൽ ഷോർട്ട് ടൈം സോഴ്സസ് ഉപയോഗിക്കുന്നു. പക്ഷേ കൺസർവേറ്റീവ് അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞത് മാക്സിമം ഫേം ഉപയോഗിക്കുന്നത് ലോങ് ടൈം സോഴ്സസ് ആണ് ഫോർ ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ദ ഷോർട്ട് ടൈം ഫിനാൻസസ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ മീറ്റിംഗ് ദ contingencies or any exigencies. Then the diagram shows the trade-off between the hedging and conservative അപ്രോച്ച്. അപ്പോൾ നമുക്കിവിടെ വൈ ആക്സിസിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് തന്നിട്ടുണ്ട്. നമ്മൾ റുപ്പീസ് എല്ലാം കാണിക്കുന്നത് അവിടെയാണ്. നമ്മളപ്പോൾ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് കാണിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ അതുപോലെ തന്നെ റിസ്ക് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ റിസ്ക് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, വൈ ആക്സിസിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെഡ്ജിങ് അപ്രോച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹെഡ്ജിങ് അപ്രോച്ചിൽ പ്രോഫിറ്റ് കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ റിസ്ക് കൂടുതലാണ്. നമുക്ക് ഇങ്ങോട്ടുള്ള പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പ്രോഫിറ്റ് കൂടുതലാണ്. താഴേക്കുള്ള ആരോ ഹൈ പ്രോഫിറ്റ്, താഴേക്ക് പ്രോഫിറ്റ് കൂടുതലാണ്, ഹൈ കോസ്റ്റ്, അതുപോലെ തന്നെ ഹൈ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഹെഡ്ജിങ് അപ്രോച്ച്. അറ്റ് ദ സെയിം ടൈം കൺസർവേറ്റീവ് അപ്രോച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ ലോ പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. പ്രോഫിറ്റ് കുറവാണ്, റിസ്ക് താഴെ കാണിക്കുന്നത് നോക്കുക ലോ റിസ്ക് ആണ്. അപ്പോൾ രണ്ടിനിടയിൽ ഒരു ട്രേഡ് ഓഫ് ആണ് ഒരു ഫിനാൻസ് മാനേജർ എടുക്കുന്നത്. സോ ദ ഫിനാൻസ് മാനേജർ ടേക്സ് എ ഡിസിഷൻ ബിറ്റ്വീൻ ദ two approaches, that is hedging approach and conservative approach. hedging approach എടുക്കുകയാണെങ്കിൽ കൂടുതൽ റിസ്ക് ആണ്, കൂടുതൽ പ്രോഫിറ്റ് ആണ്. കൺസർവേറ്റീവ് അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ലോവർ റിസ്ക്കും ലോവർ പ്രോഫിറ്റും ആണ്. അപ്പോൾ രണ്ടിനിടയിലുള്ള ഒരു ബാലൻസ് ആണ് ഒരു ഫിനാൻസ് മാനേജർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ദ ഹെഡ്ജിങ് ആൻഡ് എ കൺസർവേറ്റീവ് അപ്രോച്ച്. ഇനി നമുക്കൊരു ഇലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഗീവ്സ് ദ ടോട്ടൽ ഫണ്ട്സ് റിക്വയർഡ് ബൈ എ ഫേം. ഒരു ഫേമിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെ പറ്റി പറയുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഗീവ്സ് ദ ഇൻഫോർമേഷൻ ഓഫ് പെർമനന്റ് റിക്വയർമെന്റ്സ് ആൻഡ് സീസണൽ റിക്വയർമെന്റ്. ടോട്ടൽ ഫണ്ട് എത്രയാണ് ഫേമിന് വേണ്ടത്, അതുപോലെ തന്നെ അതിന്റെ പെർമനന്റ് റിക്വയർമെന്റ് എത്രയാണ്, സീസണൽ റിക്വയർമെന്റ് എത്രയാണ്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഫണ്ട്സ് ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അക്കോർഡിംഗ് ടു ട്രേഡ് ഓഫ് അപ്രോച്ച് ബിറ്റ്വീൻ ഹെഡ്ജിങ് ആൻഡ് കൺസർവേറ്റീവ് അപ്രോച്ച്. ഈ ഒരു ട്രേഡ് ഓഫ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഫണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. The cost of short-term funds is 3% and long-term funds is 10%. ഷോർട്ട്-ടൈം ഫിനാൻസുകളുടെ ഷോർട്ട്-ടൈം ഫണ്ടിന്റെ കോസ്റ്റ് വരുന്നത് 3%ഉം ലോങ്-ടൈം ഫണ്ടിന് 10%ഉം ആണ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിലെ 12 മാസം തന്നിട്ടുണ്ട്. ജാനുവരി ടു ഡിസംബർ വരെ എത്ര ഫണ്ട്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ജാനുവരിയിൽ 12 lakhs, അതുപോലെ 12 lakhs, 11 lakhs, 11 lakhs, അങ്ങനെ ഓരോ മാസത്തെയും നമ്മുടെ റിക്വയർമെന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് പെർമനന്റ് ഫണ്ട് നമുക്ക് വരുന്നത് 15 lakhs ആണ്.
15 lakhs ആണ് പെർമനന്റ് ഫണ്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സീസണൽ റിക്വയർമെന്റ്സ് എല്ലാ മാസങ്ങളിലും ഇല്ല, നമുക്ക് സീസണൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒക്ടോബർ മുതലാണ് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ സീസൺ ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആദ്യ കോളത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന് ഓരോ മാസവും ആവശ്യമായിട്ടുള്ള ഫണ്ടാണ്. എസ്റ്റിമേറ്റഡ് ഫണ്ട്സ് റിക്വയർഡ് ആണ്. പെർമനന്റ് ഫണ്ട് വരുന്നത് 15 lakhs വീതമാണ്. സീസണൽ റിക്വയർമെന്റ്സ് വരുന്നത് 3 മാസങ്ങളിൽ മാത്രമാണ്. ഒക്ടോബറിലാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണം, സ്റ്റാർട്ടിംഗ് ആണ്, 5 lakhs വേണം, പിന്നെ 1 lakh ഡിസംബറിലും 1 lakh. അങ്ങനെ ടോട്ടൽ നമുക്ക് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് വരുന്നത് 7 lakhs ആണ്. അപ്പോൾ നമുക്കിനി ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ മാക്സിമം ഫണ്ട് റിക്വയർഡ് 20 lakhs ആണ് അല്ലേ. നമുക്കറിയാം ഒക്ടോബർ മാസത്തിലാണ് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന, സീസണൽ ഓപ്പറേഷൻസ് ആണ്. സോ അവർ എക്സ്പെൻസസ് വിൽ ഇൻക്രീസ് ഇൻ ഒക്ടോബർ മന്ത്. സോ 20 lakhs ഈസ് ദ ഫണ്ട് റിക്വയർഡ് ഇൻ ദ മന്ത് ഓഫ് ഒക്ടോബർ. ഒക്ടോബറിൽ നമുക്ക് 20 lakhs നമുക്ക് ആവശ്യമാണ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് മിനിമം ഏറ്റവും കുറവ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആണ്. ഇതിനകത്ത് ഓഗസ്റ്റിൽ നമുക്ക് 10 lakhs ആണ് വരുന്നത്. ആവറേജ് എങ്ങനെ കാണും? നമുക്ക് മാക്സിമം വരുന്നത് 20 lakhs ആണ്, മിനിമം വരുന്നത് 10 lakhs ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് കണ്ടാൽ മതി. അങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടിരിക്കുന്നത്. 20 lakhs + 10 lakhs ഡിവൈഡഡ് ബൈ 2. അങ്ങനെ 15 lakhs ആണ് നമ്മളുടെ ആവറേജ് റിക്വയർമെന്റ്സ് വരുന്നത്. ദ ഫേം ഷുഡ് യൂസ് 15 lakhs ആസ് ലോങ് ടേം ഫണ്ട്. ലോങ് ടേം ഫണ്ട് അല്ലെങ്കിൽ പെർമനന്റ് ഫണ്ട് നമുക്ക് 15 lakhs ആണ്. അപ്പോൾ ഈ 15 lakhs നമുക്ക് എന്തുപയോഗിച്ച് നമുക്ക് ഫിനാൻസ് ചെയ്യാം? നമ്മളുടെ ലോങ് ടൈം ഫണ്ട് മുഖേന നമുക്ക് 15 lakhs നമുക്ക് റേസ് ചെയ്യാം. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഫണ്ട്സ് വരുന്നത് നമുക്ക് എക്സസ് എമൗണ്ട് ആണ്. അത് നമുക്ക് ഷോർട്ട് ടൈം കറണ്ട് ലൈബിലിറ്റീസ്, അതായത് ഷോർട്ട് ടൈം സോഴ്സ് വഴി നമുക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കറണ്ട് ലൈബിലിറ്റി വഴി നമുക്ക് 10 lakhs നമുക്ക് റേസ് ചെയ്യാം. ഫ്രം ജാനുവരി ടു സെപ്റ്റംബർ നമുക്ക് ഫണ്ട്സ് ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ദ ലോങ് ടൈം ഫണ്ട്സ് എക്സീഡ്സ് ദ റിക്വയർമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. പക്ഷേ ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ നമുക്ക് ഫണ്ട് സീസണൽ ഓപ്പറേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് നമുക്ക് ഫണ്ട്സ് കൂടുതലായിട്ടും ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഷോർട്ട് ടൈം ഫണ്ടിന്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആവറേജ് ആനുവൽ ഷോർട്ട് ടൈം ഫണ്ട് റിക്വയർഡ് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്ക് 3 മാസവും കൂടെ ആകെ ആനുവൽ ഷോർട്ട് ടൈം ഫണ്ട് വരുന്നത് 7 lakhs ആണ്. ആ 12 വർഷത്തിൽ ആകെ നമുക്ക് 7 lakhs ആണ് നമുക്ക് സീസണൽ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇപ്പോൾ 7 lakhs അതിൻ്റെ കോസ്റ്റ് വരുന്നത് 3% ആണ്. അത് ഒരു മാസത്തെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ 3% ഓഫ് 7 lakhs ഡിവൈഡഡ് ബൈ 12, ഒരു മാസത്തെ കാണാൻ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് വരുന്നത് 1749 ആണ് കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഷോർട്ട് ടൈം ഫണ്ടിന്റെ കോസ്റ്റ് ഒരു മാസത്തേക്ക് വരുന്നത് 1749.99. ദെൻ ലോങ് ടൈം ഫണ്ടിന്റെ കോസ്റ്റ് എങ്ങനെ കാണാം? ലോങ് ടൈം ഫണ്ടിന്റെ കോസ്റ്റ് വരുന്നത് 15,000 ഇൻറ്റു 10%. 15,000 ഇൻറ്റു 10% ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് 1,50,000 ആണ് വരിക. ദെൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ്. അപ്പോൾ ഷോർട്ട് ടൈം ഫണ്ടിനും ലോങ് ടൈം ഫണ്ടിനും വേണ്ടി വരുന്ന മൊത്തം കോസ്റ്റ് കാണാൻ ഷോർട്ട് ടൈം ഫണ്ടിൻ്റെയും ലോങ് ടൈം ഫണ്ടിൻ്റെയും കോസ്റ്റുകളെ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 1,50,000 ലോങ് ടൈം ഫണ്ടിൻ്റെ 1,1749.99 ഷോർട്ട് ടൈം ഫണ്ട്സിൻ്റെ, അങ്ങനെ 1,51,749 ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സിൻ്റെ കോസ്റ്റ് വരുന്നത്. ദെൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് കാണാം? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലൈബിലിറ്റി ആണ് അല്ലേ. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. 15 lakhs ആണ് നമ്മളുടെ പെർമനന്റ് ഫണ്ട്സ് കറണ്ട് അസറ്റ്സ് ആയിട്ട് വരുന്നത്. ദെൻ 10 lakhs ആണ് നമ്മളുടെ മിനിമം ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ മിനിമം നമ്മൾ കറണ്ട് ലൈബിലിറ്റി വഴി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് നമുക്ക് 10 lakhs എടുക്കാം. 15 lakhs മൈനസ് 10 lakhs, അങ്ങനെയാണ് 5 lakhs നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. 15,000 ആണ് 15 lakhs ആണ് പെർമനന്റ് ഫണ്ട്, മൈനസ് 10 lakhs ആണ് നമ്മൾ കറണ്ട് ലൈബിലിറ്റി വഴി നമ്മൾ റേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റീസ് ഈക്വൽ ടു 5 lakhs.